ബിരിയാണി, നെയ്ച്ചോർ, കപ്പ, മീൻകറി. ഇത്ര ഉള്ളവർക്ക് പരിപാടി. അപ്പോഴെനിക്ക് മനസ്സിലാവാത്ത ഈ തൊട്ടും ദോശ, പ്രാർത്ഥന. പിന്നെ ഇവിടുത്തെ മെയിൻ ആളെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ പുള്ളി ഉണ്ടാക്കാൻ പോണ ഇവനല്ല, അവിടെ ഉണ്ടാക്കാൻ പോണ കപ്പ ബിരിയാണി. കേരള എന്തൊക്കെ ആൾക്കാർ ഒഴുകി വരും. ഇവിടുത്തെ കപ്പ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൽ കപ്പ ബിരിയാണിയാണ്. ഇവിടെ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ തുടങ്ങിയുള്ള എക്സൈറ്റ്മെൻ്റാണ് അവർക്ക്. സംഭവം അതിനിടയ്ക്ക് ഇവിടെ കട അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിയാണ് അവിടെ നടക്കുന്നത്. ഒരു വീട് മാറ്റത്തിന് പോയതാ. അതെ, ഇവിടെ വരെ കണ്ടല്ലേ. സംഭവം സോഷ്യൽ മീഡിയ ഉണ്ടല്ല, കാരണവന്മാരുടെ കയ്യിലേക്ക് എത്തിയപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള പവർ വരുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ഏരിയയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആണ്. വാപ്പ എന്ന സ്റ്റാറ്റസ് ഇപ്പോൾ പട്ടിക മുഴുവൻ കണ്ടുപിടിക്കും. വിശേഷമാണ് പുള്ളി ചോദിച്ചെടുക്കാം. അല്ലോ ഞാൻ മരുന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി സീറ്റിലേക്ക് ഇരിക്കുക, ഇവനെ ഒന്ന് അകത്താക്കാനുള്ള അകത്തോട്ടില്ല. അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ കടകൾക്ക് ഒരു പ്രത്യേകമാണ്. അതിൽ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ആ വില എഴുതിയിരിക്കുന്ന കണ്ടിട്ട് നമുക്ക് സന്തോഷം. പിന്നെ ഇവിടെ വന്നത് സാധാരണക്കാരാണ്. ഒരു സാധാരണക്കാരനാണ് ഇപ്പോൾ കപ്പ കഴിക്കുന്നത്. എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് ഞാൻ പറയാനുള്ള, പല വട്ടം വ്ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാത്ത എന്താണ് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാനെൻ്റെ കൂടെ ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് കൂടുതലും കാണിക്കാറുള്ളത്. സ്പോട്ടിൽ നമ്മുടെ കട്ടൻ്റെ തേങ്ങ അവനെയും കൈയാക്കിക്കൊണ്ടാണ് അടുത്ത വരുന്നത്. സത്യത്തിൽ ഒരു നേരം പോക്കിന് തുടങ്ങിയ വ്ലോഗിങ് ആണെങ്കിലും അതിൻ്റെ രസം അത് വല്ലാണ്ട് എന്നെ ആകർഷിച്ചിട്ടുണ്ടായി. അതിൻ്റെ പുറത്താണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത്. ഒരു പക്ഷേ ആഹാരത്തിലുള്ള വൻ പ്രയോഗം തന്നെയായിരിക്കാം എന്നെ ഇങ്ങനെയൊക്കെ ആക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ബാക്കിൽ വലിയ വലിയ ഡീലിങ്സാണ് നടക്കുന്നത്. വൈകുന്നേരത്തെ ചായവലി, അതുപോലെ തന്നെ ചെറിയ റെസിപ്പിയുള്ള പരിപാടികളാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അങ്ങനെ പല പൊടിക്കൈകളും പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കട്ടൻ കറക്കണ വേറെ ഒന്നുകൊണ്ടല്ല, നല്ല ചൂടാണ്. അങ്ങനെ അവിടെ പല ഡീലിങ് നടക്കണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ കപ്പ തീർക്കാനുള്ള പരിപാടിക്കായിരുന്നു. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ പോകും. നന്ദി, നമസ്കാരം. സവാള ചോദിച്ചായിട്ട് കണ്ട സവാളയും വന്നു.